ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടാബിയിൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്ന പൈസ എങ്ങനെ നാട്ടിലേക്ക് അയക്കാം എന്നുള്ളതാണ്. ഞാൻ മുന്നൊക്കെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ടാബിൽ ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് പൈസ അയക്കാൻ പറ്റില്ല എന്നുള്ളത് ഇതുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു കഫ്റ്റീരിയയിൽ കയറിയതാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ വീഡിയോ കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ടാബിയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഈ ടാബിൽ നിന്ന് പൈസ ക്രെഡിറ്റ് എടുത്തിട്ട് നാട്ടിലേക്ക് അയക്കുന്ന കാര്യം അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അറിവിൽ അങ്ങനെ സംഭവം എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, എന്നാൽ അൽ അൻസാരി എക്സ്ചേഞ്ചിൻ്റെ ആപ്പ് വഴി നമുക്ക് അയക്കാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള ലുലുവിൻ്റെയോ അല്ലെങ്കിൽ ബോട്ടിം വഴിയോ നാട്ടിലേക്ക് പൈസ അയക്കുന്ന വേറെ ഒരുപാട് ആപ്പുകളുണ്ടല്ലോ. അപ്പോൾ അതിലൊന്നും നമുക്ക് എന്തില്ല, ഇങ്ങനെ ഈ ഡയറക്റ്റ് പൈസ എടുത്ത് അയക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം അതൊക്കെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ അൽ അൻസാരിയുടെ എക്സ്ചേഞ്ചിൻ്റെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഓപ്ഷനുണ്ട്, ഒരുപാട് കാർഡുകളെ. അതിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാബി കാർഡ് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുത്തിട്ടും നാട്ടിലേക്ക് അയക്കാൻ പറ്റും. അപ്പം ഞാൻ അൽ അൻസാരി എക്സ്ചേഞ്ചിൻ്റെ ആപ്പ് ഞാൻ ഉപയോഗിക്കാത്തതാണ്. കാരണം അൽ അൻസാരി എക്സ്ചേഞ്ചിൽ ഞാൻ പോയിട്ട് പൈസ ഏതോ വർഷങ്ങൾ മുമ്പ് അയച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഈ ബോട്ടിമോ മറ്റേ ലുലുവിൻ്റെ ആപ്പൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഡയറക്റ്റ് അങ്ങനെ അവിടെ പോയിട്ട് അയക്കുന്നില്ല. പക്ഷേ ഇതറിഞ്ഞപ്പോൾ ഞാൻ അൽ അൻസാരി എക്സ്ചേഞ്ചിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് പൈസ ആദ്യം ഒരു 100 ദിർഹംസ് ഞാൻ എൻ്റെ ടാബി ക്രെഡിറ്റിൽ നിന്ന് അയച്ചു. അത് സക്സസ് ആയി. അതിനുശേഷം ഞാൻ വേറൊരു എമൗണ്ട് കൂടി അയച്ചു. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ അൽ അൻസാരി എക്സ്ചേഞ്ചിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ എത്ര പൈസ വേണോ അയക്കണം എന്നുള്ളത് അതിൽ കൊടുക്കുക. അതിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബെനിഫിഷ്യറിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കില്ല. അത് കാണിക്കുമ്പോൾ ഒരുപാട് കാർഡുകളിലെ പല രീതിയിലുള്ള കാർഡുകളിലെ ഓപ്ഷൻ അതിൽ കാണിക്കുന്നുണ്ട്. അതിൽ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഒരു സംഭവമുണ്ട്. ആ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ, അപ്പോൾ നമ്മളിപ്പോൾ ടാബിൽ നിന്നാണോ പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ ടാബി കാർഡിൻ്റെ നമ്പർ അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടാബിൽ നമുക്ക് ഇപ്പോൾ എത്രയാണോ ക്രെഡിറ്റ് നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അതിൽ 1000, 2000, 3000, 4000, 5000 എത്ര വേണമെങ്കിലും അതിലെത്ര ഉണ്ടോ അതെല്ലാം എടുത്തിട്ട് നമുക്ക് നാട്ടിലേക്ക് അയക്കാം. അയച്ച പൈസ നമുക്ക് ടാബിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇടുകയും ചെയ്യാം. അപ്പോൾ ഒരു 5000 ദിർഹംസ് നിങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ 1250 വെച്ചിട്ട് 4 മാസം അടവിന് ഇടാൻ പറ്റും. ഒരു പലിശയും കൊടുക്കണ്ട. ഇനി പലിശ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് സ്പ്ലിറ്റ് ചെയ്യാം. അതിന് എന്തിനാണ് അതിൻ്റെ 4 മാസം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് പലിശ കൊടുക്കാതെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പലിശ കൊടുക്കാതിരിക്കലാണ് അതിൻ്റെ ഏറ്റവും ബെറ്ററായ ഒരു മാർഗം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഞാൻ ഇതുവരെ ഒരുപാട് ടാബിയുടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നറിഞ്ഞത്. ഇത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്കിപ്പോഴാണ് അറിഞ്ഞത്. ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അൽ അൻസാരിയുടെ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ടാബിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റിൽ നിന്ന് പൈസ അയക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് ഇടും ചെയ്യാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾ അല്ലെങ്കിൽ എനിക്കറിയാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാനിതൊന്നും ടാബിൽ വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബോട്ടിമിൽ വർക്ക് ചെയ്തിട്ടോ ഒന്നല്ല അങ്ങനെ ആധികാരികമായിട്ട് വീഡിയോ ഇടുന്നത്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പുകളാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന, അപ്പോൾ ഞാൻ ആ സുഹൃത്തിനെ കണ്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു വിഷയം കിട്ടിയത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് പറയുക ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്കതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ വരുന്നതിന്. ഓക്കെ.